Welcome to Pebbles Spoken English Class. അപ്പോൾ നമ്മൾ today's class we will see നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊക്കെ അറിയാം വീട്ടിൻ്റെ ഉള്ളിൽ കുറേ റൂംസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോരോ റൂമിന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക, ഓരോരോ റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെ തിങ്സ് ഉണ്ടാവും നമുക്കത് ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, സോ യു ഓൾ വിൽ ട്രൈ വിത്ത് മീ. ഐ എം ഗോയിങ് ടു സേ what are the rooms in your house? നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ മുറികളുണ്ട്? ലിവിംഗ് റൂം, കിച്ചൺ, ബെഡ്റൂം, ബാത്റൂം. ഈ മെയിനായിട്ട് ഒരു 4 റൂംസ് എല്ലാ വീട്ടിലുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് അതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക? വാട്ട് ആർ ദ റൂംസ് ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ റൂംസ് ഉണ്ട് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? വാട്ട് ആർ ദ റൂംസ് ഇൻ യുവർ ഹൗസ്? അങ്ങനെ ചോദിച്ചാൽ മൈ ഹൗസ് ഐ ഹാവ് ബെഡ്റൂം, ലിവിങ് റൂം, ബാത്റൂം, കിച്ചൺ. അപ്പം നമ്മൾ വീട്ടിൻ്റെ ഉള്ള റൂംസൊക്കെ നമ്മൾ അതിൻ്റെ പേര് നമുക്ക് നന്നായിട്ട് പറയാൻ പഠിച്ചു. ഇനി നമ്മൾ നോക്കാം ഓരോരോ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് കയറുന്ന റൂമിന് നമ്മൾ എന്താ പറയുക? ലിവിങ് റൂം. നമ്മൾ ഫസ്റ്റ് കയറുന്ന റൂം ലിവിങ് റൂം. അപ്പോൾ അത് I have a living room in my house. എൻ്റെ വീട്ടിൽ വലിയ ലിവിങ് റൂം ഉണ്ട്. ചില വീട്ടിൽ ചെറിയ റൂമായിരിക്കും. I have a big living room. നമ്മൾ കയറുന്ന മുറിയാണ് ലിവിങ് റൂം. അപ്പോൾ വാട്ട് ആർ ദ തിങ്സ് വി സീ ഇൻ ദ ലിവിങ് റൂം? അപ്പോൾ നമ്മൾ ഒരു റൂമിൽ കയറുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ട് അത് നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ലിവിങ് റൂമിൽ ഐ സീ എ TV. ഇതിപ്പോൾ നമ്മൾ ലിവിങ് റൂമിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും ദിസ് ഇസ് എ TV. ലിവിങ് റൂമിൽ TV ഉണ്ടാവും. നമ്മൾ കയറുന്ന റൂമിൽ TV ഉണ്ടാവും. ദർ വിൽ ബി എ സോഫ. ദിസ് ഇസ് എ സോഫ. ലിവിങ് റൂം കയറുന്ന റൂമിൽ വേറെ എന്തൊക്കെ ഉണ്ടാവും? യു വിൽ സീ വിൻഡോസ്. നമ്മൾ ഐ ക്യാൻ സീ വിൻഡോസ് ഇൻ ദ ലിവിങ് റൂം. നമ്മൾ കയറുന്ന ഹാളിലാണ് ലിവിങ് റൂം. അപ്പോൾ അവിടെ നമുക്ക് വിൻഡോസ് ഉണ്ടാവും. യു ക്യാൻ സീ കർട്ടൻസ് ഇൻ ദ ഹൗസ്. വിൻഡോയിൽ കർട്ടൻസ് ഇട്ടിട്ടുണ്ടാവും. യു ക്യാൻ സീ ദിസ് ഇസ് എ ട്യൂബ് ലൈറ്റ്. നമുക്ക് ലൈറ്റ് ഉണ്ടാവും അല്ലേ? അതേമാതിരി തന്നെ യു വിൽ ഹാവ് ഫാൻ ഇൻ യുവർ ലിവിങ് റൂം. അപ്പോൾ ഐ ഹാവ് എ ഫാൻ ഇൻ മൈ ലിവിങ് റൂം. ഐ ഹാവ് എ ടീപ്പോയ്. നമ്മൾ ചെറിയ ടീപ്പോയ് ഉണ്ടാവും. 2 സോഫയുടെ നടുവിൽ സ്മോൾ ടേബിൾ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ടീപ്പോയ്. ഐ ഹാവ് എ സ്മോൾ ടീപ്പോയ് ഇൻ മൈ ലിവിങ് റൂം. ഐ ഹാവ് എ സ്മോൾ കബോർഡ്. ചില ലിവിങ് റൂമിൽ ബുക്സൊക്കെ വെക്കാൻ കബോർഡ് ഉണ്ടാവും. അപ്പോൾ ഐ ഹാവ് എ സ്മോൾ കബോർഡ് ഇൻ മൈ ലിവിങ് റൂം. എല്ലാവരും ഹാളിൽ കയറുന്ന മുറിയിൽ ക്ലോക്ക് ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ പറയാം ഐ ഹാവ് എ ക്ലോക്ക് ഇൻ മൈ ലിവിങ് റൂം. അപ്പം ലിവിങ് റൂമിൽ ഇത്രയും ഉള്ള കാര്യങ്ങളാണ് എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പം നമുക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കാം. വാട്ട് ആർ ദ തിങ്സ് വി സീ ഇൻ ദ ലിവിങ് റൂം? നമ്മൾ ലിവിങ് റൂം നമ്മൾ കയറുന്ന റൂമിലാണ് TV വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് TV റൂം എന്ന് നമ്മൾ പറയാൻ പാടില്ല. It is living room. അപ്പോൾ what are the things you have in your living room? നിങ്ങളുടെ ലിവിങ് റൂമിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അത് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. I have a TV in my living room. I have sofa. I have teapot in my living room. I have clock. നമുക്ക് ക്ലോക്ക് ഉണ്ടാവും. സോ ഐ ഹാവ് എ ക്ലോക്ക് ഇൻ മൈ ലിവിങ് റൂം. ഐ ഹാവ് ദ വിൻഡോസ്. ബ്യൂട്ടിഫുൾ ജനവാതിലുണ്ടാവും. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ വിൻഡോ ആൻഡ് ബ്യൂട്ടിഫുൾ കേർട്ടൻ. നമ്മൾ കേർട്ടൻ എന്ന് പറയും. അതിൻ്റെ മുകളിൽ നമ്മൾ കേർട്ടൻ ഇട്ടിട്ടുണ്ടാവും. ഐ ഹാവ് എ കേർട്ടൻ ഇൻ മൈ ലിവിങ് റൂം. ഐ ഹാവ് ലൈറ്റ്. ഐ ഹാവ് ഫാൻ. സോ ചില വീട്ടിൽ AC ഉണ്ടാവും. അപ്പോൾ യു ക്യാൻ സേ ഐ ഹാവ് AC ഇൻ മൈ ലിവിങ് റൂം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണമായിട്ട് കയറുന്ന മുറി നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ലിവിങ് റൂം. അപ്പോൾ ദീസ് ആർ ദ തിങ്സ് ഐ ഹാവ് ഇൻ മൈ ലിവിങ് റൂം. അപ്പോൾ ലിവിങ് റൂമിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ നമുക്ക് ബെഡ്റൂം, നമുക്ക് നെക്സ്റ്റ് റൂമായ
ബെഡ്റൂം. ബെഡ്റൂമിൽ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ കാണും? ക്യാൻ യു ടെൽ മീ വാട്ട് ആർ ദ തിങ്സ് യു സീ ഇൻ ദ ബെഡ്റൂം? ബെഡ്റൂമിൽ ബെഡ് ഉണ്ടാവും. യുൽ ഹാവ് എ കോട്ട്, മാട്രസ്. കോട്ട് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ കിടക്കാനുള്ള ബെഡാണ് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ മാട്രസ്. ഐ ഹാവ് എ കോട്ട്, ഐ ഹാവ് മാട്രസ്, ഐ ഹാവ് പില്ലോസ്, ഐ ഹാവ് ബെഡ്ഷീറ്റ്സ് ഇൻ മൈ ബെഡ്റൂം. നമുക്ക് പുതയ്ക്കാനുള്ള ബെഡ്ഷീറ്റ്സ് ഉണ്ടാവും. ഐ ഹാവ് ബെഡ്ഷീറ്റ്സ്, ഐ ഹാവ് ബ്ലാങ്കറ്റ്സ്. കൂടുതൽ എ സി ഒക്കെ എടുക്കുമ്പോൾ തണുപ്പ് ഉണ്ടാവും, അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ്സ് യൂസ് ചെയ്യും. സോ ഐ ഹാവ് ബ്ലാങ്കറ്റ്സ് ഇൻ മൈ ലിവിങ് റൂം. I have AC, I have the fan, I have light in my bedroom. ചില ബെഡ്റൂമിൽ you'll have a small table. അപ്പോൾ നമ്മളത് ഇംഗ്ലീഷിൽ പറയുന്നത് I have a small side table near my bed. I have a small side table near my bed. ചില ബെഡ്റൂംസിൽ സ്മോൾ കാർപ്പറ്റ്സ് ഉണ്ടാവും. സോഫ്റ്റ് ആയിട്ട് ബെഡിൽ കയറുന്ന മുമ്പ് കാലൊക്കെ കഴുകിയിട്ടാണല്ലോ നമ്മൾ ബെഡിൽ കയറുന്നത്. അപ്പോൾ കാല് തുടയ്ക്കാനായിട്ട് നമ്മൾ സ്മോൾ കാർപ്പറ്റ്സ് ഇട്ടിട്ടുണ്ടാവും. നമ്മൾ മലയാളത്തിൽ ചവിട്ടി എന്ന് പറയും. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് കാർപ്പറ്റ്സ്. സോ ഐ ഹാവ് കാർപ്പറ്റ്സ് ഇൻ മൈ ബെഡ്റൂം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മളൊരു ബെഡ്റൂമിൽ കാണുന്ന തിങ്സ്. അപ്പോൾ നമ്മൾ അത് ഇംഗ്ലീഷിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബെഡ്റൂം, വാട്ട് ആർ ദ തിങ്സ് ഐ സീ ഇൻ മൈ ബെഡ്റൂം. അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ കയറിയിട്ട് ഓരോരോ വീട്ടിലും എന്തൊക്കെ തിങ്സ് ഉണ്ടെന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് പറയാം. സോ നെക്സ്റ്റ് നമുക്ക് കാണുന്നത് കിച്ചനാണ്. വീട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂമാണ് നമ്മൾ കാണുന്നത് കിച്ചൺ. Kitchen, what are the things you see in the kitchen? Normally we see the vessels, basin. നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ബേസിൻ ഉണ്ടാവും. You will see the tap, water tap ഉണ്ടാവും കിച്ചണിൽ. You will see so many cups in the kitchen. You will see a big stove ഉണ്ടാവും. ചില വീട്ടിൽ microwave. I have a microwave in my kitchen. I have the washing soap. പാത്രങ്ങൾ കഴുകാൻ നമ്മൾ liquid soap യൂസ് ചെയ്യും. അപ്പം നമുക്ക് പറയാം I have the liquid soap in my കിച്ചൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഒരു കിച്ചണിൽ ഉണ്ടാവും. നമ്മൾ ഫ്രിഡ്ജും ചിലർ വീട്ടിൽ കിച്ചണിൽ ഫ്രിഡ്ജ് വെക്കും. അപ്പോൾ യു ക്യാൻ സേ ഐ ഹാവ് എ ഫ്രിഡ്ജ് ഇൻ മൈ ഹൗസ്. ചിലരുടെ കിച്ചൺ വലിയ കിച്ചണായിരിക്കും. അപ്പോൾ ചില ഡൈനിങ് ടേബിളും കിച്ചണിൽ ഇടാറുണ്ട് വലിയ കിച്ചൺ ആണെങ്കിൽ. അപ്പോൾ യു ക്യാൻ സേ ഐ ഹാവ് എ ടേബിൾ ഇൻ മൈ കിച്ചൺ. കിച്ചൺ പറയുമ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സ്ഥലം. അവിടെ ഫാൻ ഉണ്ടാവില്ല, എ സി ഒന്നും ഉണ്ടാവില്ല. അത് കുക്കിംഗ് ചെയ്ത സ്ഥലം. അപ്പോൾ അവിടെ വലിയ സ്റ്റൗ ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. വാട്ട് ആർ ദ തിങ്സ് യു സീ ഇൻ ദ കിച്ചൺ? കിച്ചണിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കാണും? ഐ സീ സ്റ്റൗ, I see the cylinder, I have the big basin. പാത്രം കഴുകുന്നത് നമ്മൾ എന്താ പറയുക? ബേസിൻ. I have a basin. I see the tap. നമുക്ക് കിച്ചണിൽ ടാപ്പ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സേ I have the basin and the tap. I have the വെസൽസ്. നമ്മൾ പാത്രങ്ങളൊക്കെ അവിടെ കാണും. അപ്പോൾ നമ്മൾ പാത്രങ്ങൾ നമ്മൾ what do you say? ഇംഗ്ലീഷിൽ എന്താ പറയുക? വെസൽസ്. ഐ സീ സോ മെനി വെസൽസ്, പ്ലേറ്റ്സ്. ഐ സീ ദ കപ്പ്. നമ്മൾ ചായ കുടിക്കുന്നത്, പാല് കുടിക്കുന്നതും നമ്മൾ കപ്പിലാണ്. അപ്പോൾ ഐ സീ കപ്പ് ആൻഡ് വെസൽസ്, പ്ലേറ്റ്സ് ഇൻ മൈ കിച്ചൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ മെയിനായിട്ടുള്ള റൂംസിൻ്റെ പേര് നമ്മൾ പഠിച്ചു. ഒന്നും കൂടി പറയാം. വാട്ട് ആർ ദ റൂംസ് ഇൻ യുവർ ഹൗസ്? ആരെങ്കിലും അങ്ങനെ ചോദിക്കുമ്പോൾ ഐ ഹാവ് ലിവിങ് റൂം, ഐ ഹാവ് ബെഡ്റൂം, ഐ ഹാവ് ദ കിച്ചൺ ആൻഡ് ഐ ഹാവ് ബാത്റൂം. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 റൂംസ്. അപ്പം നമ്മൾ വീടിൻ്റെ ഓരോരോ പേര് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പഠിക്കണം. അതേപോലെ തന്നെ ഓരോരോ റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതും ബ്യൂട്ടിഫുള്ളായിട്ട് ഇംഗ്ലീഷിൽ പറയാൻ പഠിക്കുക. ഇതേപോലെ തന്നെ നിങ്ങളും വീട്ടിൽ നിങ്ങളെ റൂമിൽ കയറിയിട്ട് നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ ഓരോരോ റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് നോക്കിയിട്ട് അത് ഇംഗ്ലീഷിൽ നിങ്ങളും പറയാൻ ശ്രമിക്കുക. Okay, see you in the next class. Bye bye. Thank you.